ഹായ്. അപ്പോൾ നമ്മൾ അസംബ്ലി ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഈ അസംബ്ലി ഡ്രോയിങ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു അസംബ്ലി ഡ്രോയിങ്, ഇതിൽ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആൻഡ് അസംബ്ലി ഡ്രോയിങ്, എന്താണ് ഡീറ്റെയിൽഡ് ഡ്രോയിങ് എന്നും അതുപോലെ തന്നെ എന്താണ് അസംബ്ലി ഡ്രോയിങ് എന്നുമാണ് പറയുന്നത്. ഈ രണ്ട് ഡ്രോയിങ്ങിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ രണ്ട് ടൈപ്പ് പ്രസന്റേഷൻ ആണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്, കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മളത് പറഞ്ഞു. അതായത് പിക്ചോറിയൽ റെപ്രസെന്റേഷനും അതുപോലെ തന്നെ ഓർത്തോഗ്രാഫിക് റെപ്രസെന്റേഷനും വഴി നമുക്കൊരു ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് മെത്തേഡുകൾ വഴി, പിക്ചോറിയൽ റെപ്രസെന്റേഷനും അതുപോലെ തന്നെ ഓർത്തോഗ്രാഫിക് റെപ്രസെന്റേഷനും വഴി നമുക്ക് ഒബ്ജക്റ്റുകളെ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഒരു റെപ്രസെന്റേഷൻ മെത്തേഡാണ് ഈ പറയുന്ന രണ്ട് മെത്തേഡുകൾ: ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആൻഡ് അസംബ്ലി ഡ്രോയിങ്. റെപ്രസെന്റേഷൻ ഓഫ് ഒബ്ജക്ട്സ്, ഇവിടെ ഒബ്ജക്ട്സ് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പറയുന്നില്ല, പകരം കുറേയധികം മെഷീനുകൾ അല്ലെങ്കിൽ മെഷീൻ ടൂളുകൾ, അവയിൽ കുറേയധികം പാർട്ടുകളുള്ള മെഷീൻ ടൂളുകൾ അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറുകൾ തുടങ്ങിയവയുടെയൊക്കെ റെപ്രസെന്റേഷൻ ആണ് ഈ ഡീറ്റെയിൽഡ് ഡ്രോയിങ് അതുപോലെ തന്നെ അസംബ്ലി ഡ്രോയിങ് എന്ന് പറയുന്ന ഈ ഭാഗത്തിലൂടെ, ഈ ക്ലാസ് ഓഫ് ഡ്രോയിങ്ങിലൂടെ പറയുന്നത്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് ഈ മെഷീൻ ഡ്രോയിങ്ങിൽ വരുന്നത്: ഡീറ്റെയിൽ ഡ്രോയിങ് ആൻഡ് അസംബ്ലി ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പൊ മെഷീൻ ഡ്രോയിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പം അത് ഡീറ്റെയിൽ ഡ്രോയിങ് എന്നും അസംബ്ലി ഡ്രോയിങ് എന്നും പറഞ്ഞ് രണ്ട് ക്ലാസ്സുകളിലേക്ക് മാറി. നമ്മളെ ബേസിക് ഡ്രോയിങ്ങിൽ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ബേസിക് ഡ്രോയിങ്ങിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ വഴിയും ഓർത്തോഗ്രാഫിക് റെപ്രസെന്റേഷൻ വഴിയും ഒബ്ജക്റ്റുകളെ റെപ്രസെന്റ് ചെയ്തിരുന്നു. മെഷീൻ ഡ്രോയിങ്ങിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ഡ്രോയിങ് എന്നും അസംബ്ലി ഡ്രോയിങ് എന്നും പറഞ്ഞ് നമുക്ക് വീണ്ടും രണ്ട് ക്ലാസ്സുകളിൽ ഒബ്ജക്റ്റുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ഡ്രോയിങ്, എന്താണ് അസംബ്ലി ഡ്രോയിങ് എന്ന ഭാഗത്തിലേക്ക് പോകാം. പ്രധാനമായി രണ്ട് ക്ലാസ്സുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ഡ്രോയിങ് ആൻഡ് അസംബ്ലി ഡ്രോയിങ് എന്ന് നമുക്ക് മെഷീൻ ഡ്രോയിങ് റെപ്രസെന്റേഷനെ ഈ രണ്ട് ടൈപ്പായിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗത്തിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. മെഷീൻ ഡ്രോയിങ്ങിൽ ഉൾക്കൊള്ളുന്നത് മെഷീൻ ടൂളുകൾ അല്ലെങ്കിൽ മെഷീൻ പാർട്ടുകൾ, മെഷീൻ ടൂളുകളായിട്ട് വരുന്നതുകൊണ്ട് മെഷീൻ പാർട്ടുകളായിട്ട് വരുന്നവയും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ടൈപ്പ് ഡ്രോയിങ്ങുകളും, രണ്ട് ക്ലാസ് ഡ്രോയിങ്ങുകളും നമുക്ക് ഉപയോഗിക്കാം. ഡീറ്റെയിൽ ഡ്രോയിങ് വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ തന്നെ അസംബ്ലി ഡ്രോയിങ് വഴിയും റെപ്രസെന്റ് ചെയ്യാവുന്നത് ആണ്. ആദ്യത്തെ പാർട്ട് ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. സിമ്പിൾ ആണ്, അതിന്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് ഡീറ്റെയിൽ ഡ്രോയിങ് എന്നുള്ളത്. ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മെഷീൻ പാർട്ടിന്റെ, ഒരു മെഷീൻ ടൂളിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ, ഒരു യന്ത്രത്തിന്റെയോ അല്ലെങ്കിൽ യന്ത്രത്തിന്റെ ഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെയോ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും ഇൻഫോർമേഷനും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന, എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവയുടെ സൈസ് ഡിസ്ക്രിപ്ഷൻ, അവയുടെ നീളം, വീതി, എന്തൊക്കെയാണ് അതിൽ പാർട്ടുകൾ ഉള്ളത്, അതിന്റെയൊക്കെ സൈസ്, അതുപോലെ തന്നെ അവയുടെ ഷേപ്പ് എന്താണ്, ഷേപ്പ് ഡിസ്ക്രിപ്ഷൻ, മാനുഫാക്ചറിങ് പ്രോസസ് എന്താണ്, ഏത് മാനുഫാക്ചറിങ് പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്, അവയുടെ സർഫസ് ഫിനിഷ് എന്താണ്, ഏത് തരത്തിലാണ് അവയുടെ സർഫസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്, ഏത് മെത്തേഡാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്, തുടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡ്രോയിങ്ങിനെയാണ് ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇതില് ഓരോ പാർട്ടുകളുടെയും ഓർത്തോഗ്രാഫി പ്രൊജക്ഷനുകൾ ആണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. ഡീറ്റെയിൽ വ്യൂവിൽ ഓരോ പാർട്ടുകളുടെയും ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ മിനിമം ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എന്ന് പറഞ്ഞ് ഓരോ പാർട്ടിന്റെയും, ഒരു മെഷീൻ ടൂളിന്റെ അല്ലെങ്കിൽ ഒരു യന്ത്രത്തിന്റെ ഓരോ പാർട്ടിന്റെയും
ഓർത്തോഗ്രാഫി പ്രൊജക്ഷനുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് നടത്തുന്നത്. ഉദാഹരണത്തിന് ഒരു ബെഞ്ച് വൈസ്, അതിൽ ഫിക്സഡ് ജോ ഉണ്ട്, അതുപോലെ തന്നെ മൂവബിൾ ജോ ഉണ്ട്, സ്ക്രൂ ഉണ്ട്, ഹാൻഡിൽ ഉണ്ട്, ബോക്സ് നട്ട് ഉണ്ട്, എന്നിങ്ങനെ കുറച്ചധികം ഭാഗങ്ങളുണ്ട്. ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് വഴി ഈ ഒരു ഹോൾഡിംഗ് ഡിവൈസിനെ റെപ്രസെന്റ് ചെയ്യുമ്പം ഇതിൽ ഓരോ പാർട്ടിന്റെയും ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ സെപ്പറേറ്റ് എടുത്തുകൊണ്ട്, ഫിക്സഡ് ജോ സെപ്പറേറ്റ് എടുത്തുകൊണ്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, സ്ക്രൂ സെപ്പറേറ്റ് എടുത്തുകൊണ്ട് അവയുടെ ഓർത്തോഗ്രാഫിക് വ്യൂകൾ, ബോക്സ് നട്ട് സെപ്പറേറ്റ് എടുത്തുകൊണ്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഈ വ്യൂകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റെപ്രസെന്റേഷൻ. ഓരോ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിലുകൾ വരച്ചു ചേർക്കുന്ന ഒരു ഡ്രോയിങ് ആണ് ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഈ പറയുന്ന കാര്യങ്ങൾ, മാനുഫാക്ചറിങ് മെത്തേഡ് എന്താണ്, അവിടെ സൈസും ഷേപ്പും കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫാബ്രിക്കേഷൻ മെത്തേഡ് എന്താണ്, സർഫസ് ഫിനിഷ് എന്താണ്, അതിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡിലാണ് അത് ഹീറ്റ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂടി രേഖപ്പെടുത്തുന്ന ഒരു ഡ്രോയിങ്ങിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഒരു മെഷീൻ പാർട്ടിന്റെ അല്ലെങ്കിൽ മെഷീന്റെയോ സ്ട്രക്ചറിന്റെയോ ഓരോ സിംഗിൾ പാർട്ടിന്റെയും ഡീറ്റെയിൽസ് അതിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. അതിനെയാണ് ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ ഡീറ്റെയിൽ ഡ്രോയിങ് റെപ്രസെന്റ് ചെയ്യുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് വഴി റെപ്രസെന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റീഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതോ ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് ഷേപ്പ്. ഷേപ്പ് ഡിസ്ക്രിപ്ഷൻ കൂടി ഈ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് വഴി ഷേപ്പ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു വി ബ്ലോക്ക് അസംബ്ലിയുടെ ഓർത്തോഗ്രാഫിക് വ്യൂകൾ, അതായത് ഡീറ്റെയിൽഡ് വ്യൂ ആണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ വി ബ്ലോക്കിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അതുപോലെ തന്നെ ക്ലാമ്പിന്റെയും ഓർത്തോഗ്രാഫി പ്രൊജക്ഷനുകൾ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ കൊടുത്തിട്ടുണ്ട്, സ്ക്രൂവിന്റെ പ്രൊജക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വ്യൂവിനെയാണ് ഡീറ്റെയിൽഡ് വ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓരോ പാർട്ടിന്റെയും ഓർത്തോഗ്രാഫി പ്രൊജക്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. അതില് ആ പ്രൊജക്ഷനുകൾ, ഓരോ പ്രൊജക്ഷനുകളും വെച്ചുകൊണ്ട്, ഓരോ ഒബ്ജക്റ്റിന്റെയും പ്രൊജക്ഷൻ വെച്ചുകൊണ്ട്, ഫ്രണ്ട്, ടോപ്പ്, സൈഡ് വെച്ചുകൊണ്ട് അതിന്റെ ഷേപ്പ് എന്താണ് എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു മാനുഫാക്ചറർക്ക് അല്ലെങ്കിൽ ഒരു മെഷീൻ ഓപ്പറേറ്റർക്ക് ഈ ഒരു ഡീറ്റെയിൽ വെച്ചുകൊണ്ട് ഓരോ പാർട്ടിന്റെയും ഷേപ്പ്, ആകൃതി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷേപ്പ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ലഭിക്കും. എന്താണ് ഷേപ്പ് എന്നുള്ളത്, ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു മെഷീന്റെയോ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെയോ ഒരു സിംഗിൾ പാർട്ടിന്റെ ഷേപ്പ് എന്താണ് എന്ന് ലഭിക്കുകയും ചെയ്യും. അവ സിംഗിൾ പാർട്ടിന്റെ ഷേപ്പ് ലഭിക്കാൻ വേണ്ടി ആ സിംഗിൾ പാർട്ടിന്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ, അതായത് മിനിമം ഈ 3 വ്യൂകളെങ്കിലും ഡീറ്റെയിൽ വ്യൂവില്, ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഒരു ഭാഗമായിട്ടുള്ള ഷേപ്പ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ഡ്രോയിങ് വഴി ഒബ്ജക്റ്റിന്റെ പാർട്ടിന്റെ, മെഷീൻ ടൂളിന്റെ പാർട്ടിന്റെ ഷേപ്പ്, ആകൃതി എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് സൈസ് ഡിസ്ക്രിപ്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സൈസ് എക്സാക്റ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു പാർട്ടിന്റെ, ഒരു സ്ട്രക്ചറിന്റെയോ മെഷീന്റെയോ മെഷീൻ ടൂളിന്റെയോ ഒരു പാർട്ടിന്റെ ഡീറ്റെയിൽ ഡ്രോയിങ് വരച്ചു കഴിഞ്ഞതിന് ശേഷം, ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ നടത്തിയതിന് ശേഷം അതിൽ ഡയമെൻഷൻ ചെയ്യും. ഏതെങ്കിലും ഒരു ഡയമെൻഷണൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, ധാരാളം ഡയമെൻഷൻ ടെക്നിക്കുകളുണ്ട്, അതിലേതെങ്കിലും ഒരു ഡയമെൻഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡയമെൻഷൻ ചെയ്യും. അങ്ങനെ വരുമ്പം ഈ ഓരോ വ്യൂവിൽ നിന്നും ആ ഡയമെൻഷൻ എടുത്തുകൊണ്ട് അതിന്റെ സൈസ് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു ബുഷ്ഡ് ബിയറിംഗിന്റെ വ്യൂ, അതിനകത്ത് ബുഷ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, ബുഷ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതിന്റെ ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ഈസി ആയിട്ട് ഈ
പ്രൊജക്ഷനിൽ നിന്നും അറിയാനായിട്ട് സാധിക്കും. അതായത് സൈസ് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. 540 ഔട്ടർ ഡയമീറ്റർ, 530 ഇന്നർ ഡയമീറ്റർ, ഈസി ആയിട്ട് സൈസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് മാനുഫാക്ചർക്ക് മെഷീൻ ഓപ്പറേറ്റർക്ക് ഈസി ആയിട്ട് അതിന്റെ സൈസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഷേപ്പ് മനസ്സിലാക്കാം, അതുപോലെ തന്നെ സൈസും മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ നിന്നും. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റൊന്നാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഏത് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർട്ട് നിർമ്മിക്കുന്നത്? ഏത് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർട്ട് നിർമ്മിക്കുന്നത്? ഒബ്ജക്റ്റിന്റെ ഷേപ്പും മനസ്സിലാക്കാം, ഡയമെൻഷണൽ ഉപയോഗിച്ചുകൊണ്ട് ഡയമെൻഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ സൈസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏത് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെഷീന്റെ ഒരു പാർട്ട് നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ സർഫസിന്റെ ഫിനിഷ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സർഫസ് അതിന്റെ സൈസ് വേരിയേഷൻ എത്രത്തോളം ഉണ്ട് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഈ ഒബ്ജക്റ്റിന്റെ സൈസ്, ഷേപ്പ്, ഡിസ്ക്രിപ്ഷനോട് കൂടി തന്നെ ചേർത്തിട്ടുണ്ടായിരിക്കും. ഒരു ഒബ്ജക്റ്റിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണ്? കട്ടിംഗ് ആണ്, അല്ലെങ്കിൽ പ്ലെയിനിങ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന പ്രോസസ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ. സർഫസിന്റെ ഫിനിഷ്, അത് റഫ് ഫിനിഷ് ആണോ അല്ലെങ്കിൽ സൂപ്പർ ഫൈൻ ഫിനിഷ് ആണോ തുടങ്ങിയ കാര്യങ്ങളും ഈ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡീവിയേഷൻ ഓഫ് ദി സൈസ്, സൈസിൽ എത്രത്തോളം അലവൻസ് കൊടുത്തിട്ടുണ്ട്, അത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത് എത്രത്തോളമാണ്, എത്രത്തോളം കൂടാം അല്ലെങ്കിൽ എത്രത്തോളം കുറയാം, ഡീവിയേഷൻ എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. മറ്റൊന്നാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ്. ഒരു മെഷീൻ ടൂള് നിർമ്മിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഹാർഡ്നെസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ടഫ്നെസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഹാർഡനിങ്, ടെമ്പറിങ് പോലെയുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മെഷീൻ ടൂളോ അല്ലെങ്കിൽ ഒരു മെഷീന്റെ പാർട്ടോ നിർമ്മിച്ചതിന് ശേഷം അതിൽ ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ്, ഏത് സർഫസിൽ ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് നടത്തേണ്ടത് എന്ന കാര്യം ഈ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരു സർഫസ് ഇൻഡക്ഷൻ ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് സർഫസ് ഹാർഡൻ ചെയ്യണം. ആ സർഫസ് ഏതാണെന്ന് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ സർഫസ്, ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സർഫസ് ഇൻഡക്ഷൻ ഹാർഡനിങ് ഉപയോഗിച്ചുകൊണ്ടാണ് സർഫസ് ഹാർഡനിങ് നടത്തേണ്ടത്. ഇതൊരു ഉദാഹരണമാണ്. ഈ രീതിയിൽ ഓരോ സർഫസുകളും എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഈ സൈസ് ഡിസ്ക്രിപ്ഷനോട് കൂടി, ഷേപ്പ് ഡിസ്ക്രിപ്ഷനോട് കൂടിയും, മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളോട് കൂടിയും ഈ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ഏതാണ് നടത്തേണ്ടത് എന്നതുകൂടി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ബിൽ ഓഫ് മെറ്റീരിയൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ടുകൾ. എത്ര പാർട്ടുകളാണ് ഉണ്ടായിരുന്നത്? ഉദാഹരണത്തിന് ബെഞ്ച് വൈസിൽ 5 പാർട്ടുകൾ ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് പാർട്സ് 5 ആണെന്നിരിക്കുക. ടോട്ടൽ പാർട്സ് 5. അതിൽ പാർട്ട് നമ്പർ, ഒന്നാമത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, 3, 4, അഞ്ചാമത്തെ പാർട്ട്. ഓരോ പാർട്ടുകളുടെ നമ്പറും പാർട്ടുകളുടെ പേരും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പാർട്ടുകളുടെ പേര്, അതുപോലെ തന്നെ ഓരോ പാർട്ടും നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്താണ്, അത് ഹൈ കാർബൺ സ്റ്റീൽ ആണോ, മൈൽഡ് സ്റ്റീൽ ആണോ, കാസ്റ്റേൺ ആണോ തുടങ്ങിയിരിക്കുന്നത്. ഓരോ പാർട്ടും ആ പാർട്ട് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ പാർട്ടിന്റെ നമ്പറും, ക്വാണ്ടിറ്റി, എത്ര പാർട്ടുകൾ ഉണ്ട്, എത്ര എണ്ണമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചത്. അതിനെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട്
നമ്പർ, പാർട്ട്, നെയിം, മെറ്റീരിയൽ, ക്വാണ്ടിറ്റി, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ലിസ്റ്റിനെയാണ്, ഒരു ടേബിളിനെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ പാർട്ടുകൾ ഉണ്ടായിരിക്കും, ആ പാർട്ടുകൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ടായിരിക്കും, ആ പാർട്ടുകൾക്ക് പേരുണ്ടായിരിക്കും, ആ പാർട്ടുകൾ നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എല്ലാ മെറ്റീരിയലും എല്ലാ പാർട്ടുകളും ഒരേ മെറ്റീരിയൽ കൊണ്ടായിരിക്കില്ല നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടുകൾക്ക് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ആ പാർട്ടുകൾ എത്ര എണ്ണമുണ്ട് അതുകൂടി ചേർത്ത് ഈ നാല് കാര്യങ്ങൾ കൂടി ചേർന്ന് വരുന്ന ഒരു ടേബിളിനെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെഷീൻ പാർട്ടിന്റെയോ സ്ട്രക്ചറിന്റെയോ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഈ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗം കൂടി ഉൾക്കൊള്ളും. അപ്പം സൈസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന്റെ ഷേപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സൈസ് മനസ്സിലാക്കാൻ ഡയമെൻഷനിങ് ടെക്നിക്ക് ഉണ്ട്, ആ ഡയമെൻഷൻ നോക്കിക്കൊണ്ട് സൈസ് അറിയണം. അതുപോലെ തന്നെ വ്യൂകൾ നോക്കിക്കൊണ്ട് അതിന്റെ ഷേപ്പ് അറിയണം. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഏത് പ്രോസസ്സ് വഴിയാണ് അത് നിർമ്മിക്കേണ്ടത്, ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ഏതാണ്, അതുപോലെ തന്നെ ബിൽ ഓഫ് മെറ്റീരിയൽ നോക്കിയിട്ട് അതിൽ നിന്ന് പാർട്ടുകളുടെ നമ്പറും പാർട്ടുകളുടെ പേരും ആ മെറ്റീരിയൽസും എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ഡീറ്റെയിൽ ഡ്രോയിങ് ഒരു ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ ഡ്രോയിങ്, അതായത് പാർട്ട് ഡ്രോയിങ്, പാർട്സ് ഡ്രോയിങ് ഒരു ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുമ്പോൾ രണ്ട് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ സിംഗിൾ പാർട്ടും ഒരു ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുക. ഒരു പാർട്ട്, ഉദാഹരണത്തിന് പാർട്ട് നമ്പർ 1 ബെഞ്ച് വൈസ് ആണെങ്കിൽ പാർട്ട് നമ്പർ 1 ഫിക്സഡ് ജോ, അതിന്റെ ഡീറ്റെയിൽസ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടി ഒരു സിംഗിൾ ഷീറ്റിൽ വരയ്ക്കുന്നു. ഒരു ഷീറ്റിൽ ഒരു പാർട്ട് എന്ന രീതിയിൽ 5 പാർട്ട് ഉണ്ട് എങ്കിൽ 5 ഷീറ്റുകളിൽ വരയ്ക്കുന്നു. എത്രത്തോളം പാർട്ടുകൾ ഉണ്ടോ അത്രത്തോളം ഷീറ്റുകളിൽ ഓരോ പാർട്ടിന്റെയും ഡീറ്റെയിൽസ് വരയ്ക്കുന്നു. ആ ഒരു മെത്തേഡിൽ ഡീറ്റെയിൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു മെത്തേഡാണ് എത്ര പാർട്ടുകൾ ഉണ്ടോ അത്രയും പാർട്ടുകളുടെ ഡീറ്റെയിൽസും ഒരു സിംഗിൾ ഷീറ്റിൽ തന്നെ വരയ്ക്കുക. ഒരു സിംഗിൾ ഷീറ്റിൽ തന്നെ നമ്പർ ഇട്ട് ഓരോ പാർട്ടിന്റെയും ഡീറ്റെയിൽസ് വരയ്ക്കുക. ഓരോ പാർട്ടിന്റെയും വ്യൂകൾ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഇതെല്ലാം ഒരു ഷീറ്റിൽ തന്നെ വരയ്ക്കുക. അപ്പൊ ഷീറ്റ് കുറച്ചും കൂടി വലിയ ഷീറ്റ് ആയിരിക്കും. ആ രീതിയിൽ വരയ്ക്കുന്ന ഒരു മെത്തേഡ്. ഏത് മെത്തേഡിൽ വേണമെങ്കിലും ഡീറ്റെയിൽ ഡ്രോയിങ് വരയ്ക്കാവുന്നതാണ്. ഓരോ പാർട്ടിനും ഓരോ ഡ്രോയിങ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരൊറ്റ ഡ്രോയിങ് പേപ്പറിൽ എല്ലാ പാർട്ടുകളുടെയും ഡീറ്റെയിൽസ് വരച്ചുകൊണ്ടോ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. നമുക്ക് അസംബ്ലി ഡ്രോയിങ് എന്താണെന്ന് നോക്കാം. അസംബ്ലി ഡ്രോയിങ് എന്താണ് എന്നുള്ളത്, നമ്മൾ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ ഒരു മെഷീന്റെയോ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെയോ, ഒരു മെഷീൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ കുറെ അധികം പാർട്ടുകൾ ഉണ്ടായിരിക്കും, കുറെ അധികം പാർട്സ് ഉണ്ടായിരിക്കും. ഈ പാർട്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അസംബ്ലി ഡ്രോയിങ് ചെയ്ത് കഴിയുമ്പം അസംബ്ലി ഡ്രോയിങ്ങിൽ ചെയ്യുന്നത് ഈ പാർട്ടുകളെല്ലാം അസംബിൾ ചെയ്തതിന് ശേഷം, അതായത് അവയുടെ റെസ്പെക്റ്റീവ് പൊസിഷനുകളിൽ വെച്ചതിന് ശേഷം, ഓരോ പാർട്ടുകളുടെയും പൊസിഷനുകൾ വെച്ചതിന് ശേഷം, ഉദാഹരണത്തിന് ബെഞ്ച് വൈസ് അത് അസംബിൾ ചെയ്തിരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, ഒരു ടേബിളിൽ ഇരിക്കുന്ന ഒരു രൂപത്തിൽ, ആ ഒരു രൂപത്തിലുള്ള ഡ്രോയിങ് ആണ് അസംബ്ലി ഡ്രോയിങ് എന്ന് പറയുന്നത്. കുറേ അധികം പാർട്ടുകളുള്ള ഒരു മെഷീനോ സ്ട്രക്ചറോ ആ പാർട്ടുകളൊക്കെ അസംബിൾ ചെയ്തിരിക്കുന്ന അതേ പൊസിഷനിൽ വെച്ചുകൊണ്ട് അവയുടെ ഡ്രോയിങ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ അതിനെ ഒരു അസംബ്ലി ഡ്രോയിങ് എന്ന് പറയാനായിട്ട് സാധിക്കും. ബെഞ്ച് വൈസിന്റെ ഓരോ പാർട്ടുകളുടെയും സെപ്പറേറ്റ് ഡ്രോയിങ് വരയ്ക്കുന്നതിന് പകരം അതെല്ലാം കൂടി അസംബിൾ ചെയ്ത് അത് ഉപയോഗിക്കുന്ന കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും സൈഡ് വ്യൂയും അതിന്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷനുകൾ വരയ്ക്കുന്നതിന് അസംബ്ലി ഡ്രോയിങ് എന്ന് പറയും. ഉദാഹരണത്തിന് ഇവിടെ ഒരു വി ബ്ലോക്ക് ഉണ്ടായിരുന്നു, വി ബ്ലോക്ക് വിത്ത് ക്ലാമ്പ്, വി ബ്ലോക്ക് ഉണ്ട്, ക്ലാമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഉണ്ട്.
മൂന്ന് പാർട്ടുകളാണ് ഇതിന് ഉണ്ടായിരുന്നത്. വർക്ക് പീസ് ഉണ്ട്. 3 പാർട്ടുകളാണ് ഈ ഒരു വി ബ്ലോക്കിന് ഉണ്ടായിരുന്നത്. ഈ വി ബ്ലോക്കിന്റെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും സൈഡ് വ്യൂയും വരച്ചു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ വ്യൂ ആയിട്ട് മാറി. അതുപോലെ തന്നെ ക്ലാമ്പിന്റെ ഫ്രണ്ട് വ്യൂ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, അത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. അതുപോലെ തന്നെ സ്ക്രൂവിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഒക്കെ വേറെ വേറെ വരച്ചു കഴിയുമ്പം അത് ഡീറ്റെയിൽഡ് വ്യൂ ആയിരുന്നു, ഡീറ്റെയിൽ ഡ്രോയിങ് ആയിരുന്നു. എന്നാൽ ഇത് ഒരു അസംബ്ലി ഡ്രോയിങ് ആണ്. കാരണം ഈ പാർട്ടുകളെയൊക്കെ അവയുടെ സ്ഥാനത്ത്, അവ എവിടെയാണോ ഇരിക്കേണ്ടത് ആ സ്ഥാനത്ത് അസംബ്ലി ചെയ്തതിന് ശേഷം അവയുടെ ഡ്രോയിങ് വരയ്ക്കുന്നു. ഒരു സിംഗിൾ ഡ്രോയിങ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു സിംഗിൾ പാർട്ട് മാത്രം, പാർട്ടുകളെല്ലാം കൂടി അസംബിൾ ചെയ്തൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് മാത്രമേ ഉള്ളൂ. ഇത് ഫ്രണ്ട് വ്യൂ ആയിട്ടും സൈഡ് വ്യൂ ആയിട്ടും ടോപ്പ് വ്യൂ ആയിട്ടും ഒക്കെ വരയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനെ അസംബ്ലി ഡ്രോയിങ് എന്ന് പറയും. അപ്പൊ ഇതാണ് ഡീറ്റെയിൽ ഡ്രോയിങ്ങും അസംബ്ലി ഡ്രോയിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഈ അസംബ്ലി ഡ്രോയിങ്ങിൽ ഒരുപക്ഷെ ഓരോ പാർട്ടിന്റെയും മുഴുവൻ ഡീറ്റെയിൽസും ചേർക്കാനായിട്ട് സാധിക്കില്ല. മുഴുവൻ ഡീറ്റെയിൽസും ചേർക്കണമെങ്കിൽ ഒരുപക്ഷെ അത് ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അസംബ്ലി ഡ്രോയിങ് മാക്സിമം ഡീറ്റെയിൽസ് ചേർക്കാം, എന്നാൽ ചില പാർട്ടുകളുടെ മുഴുവൻ ഡീറ്റെയിൽസും ചേർക്കാനായിട്ട് സാധിക്കില്ല. കാരണം അസംബിൾ ചെയ്യുന്ന സമയത്ത് ചില പാർട്ടുകളുടെ ചില ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതാണ് ഡീറ്റെയിൽ ഡ്രോയിങ് ആൻഡ് അസംബ്ലി ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇനിയുള്ള ഡ്രോയിങ്ങിൽ വരുന്നത് ഈ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ നിന്നും അസംബ്ലി ഡ്രോയിങ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ തന്നിട്ടുള്ള പാർട്സ് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഇതുപോലെ അസംബിൾ ചെയ്തിട്ടുള്ള പാർട്ടുകളുടെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷനുകളാണ് ഇനിയുള്ള ഡ്രോയിങ്ങിൽ വരുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിലായിട്ട് പറയാം.